ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണോ ഒരു കാര്യം പഠിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് പ്രയോജനങ്ങളൊന്നുമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും. അതെല്ലാം പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതുമാകും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും പറയുന്ന പോലെ സൈനും കോസും ടാനും ഒക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സൈനും കോസും ടാനും ഒക്കെ അറിയുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്കുകൾക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അയാളുടെ വർക്കുകൾ വളരെ സിമ്പിളാക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്തിനു വേണ്ടി പഠിച്ചു എന്ന് വെച്ചാൽ, നമ്മളൊരു സിവിൽ എഞ്ചിനീയറായിട്ട് പോകാനാണെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് പോകുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഈ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 1/R1 + 1/R2 + 1/R3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴല്ല പലപ്പോഴും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആവശ്യം വരാം, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുന്നത്. നമ്മുടെ സ്ട്രീം ഏതാണെന്നോ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ കാണാതെ പഠിക്കാൻ വേണ്ടി ആരും പഠിക്കരുത്.